ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ നടത്തിയ ഏലഗിരി ട്രിപ്പിൻ്റെ ഒരു മുഴുവൻ വീഡിയോ ആണ് ഇത്. ഒരു ദിവസത്തെ പ്ലാനായിരുന്നു ഏലഗിരിയിലേക്ക്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്ഥലങ്ങൾ മാത്രം സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോകാനുള്ളൊരു പ്ലാനാണ്. ഏലഗിരി ഒരു ചെറിയൊരു ഹിൽ സ്റ്റേഷനാണ്. തമിഴ്നാട് ജില്ലയിലെ തിരുപ്പത്തൂർ എന്ന ഡിസ്ട്രിക്റ്റിലാണ് ഈ ഹിൽ പ്ലേസ് ഉള്ളത്. ഊട്ടിയെയും കൊടൈക്കനാലും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടുത്തെ അത്ര തണുപ്പ് ഇവിടെ ഉണ്ടാവില്ല. ഒരു പ്ലസൻറ്റ് എൻവയോൺമെൻ്റ് ആയിരിക്കും. ഞങ്ങൾ പോകുന്ന സമയത്ത് അവിടുത്തെ ടെമ്പറേച്ചർ 26-28 ഡിഗ്രിയിലായിരുന്നു. പക്ഷേ രാത്രിയിലാകുമ്പോൾ അതൊരു 21 ഡിഗ്രി വരെയെല്ലാം പോകുന്നുണ്ടായിരുന്നു. ഏലഗിരി ഹിൽ സ്റ്റേഷനിലേക്ക് മൊത്തം 14 ഹെയർ പിൻ വളവുകളാണ് ഉള്ളത്. 9ാമത്തെ ഹെയർ പിൻ വളവിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ ഞങ്ങൾ കാറെല്ലാം നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത ശേഷമാണ് പിന്നീട് മേലേക്ക് ചെന്നത്. ഞങ്ങൾ ഏലഗിരിയിലെത്തിയപ്പോൾ രാവിലെ ഏകദേശം 9:30 മണിയായി. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം നേരെ പോയത് ഏലഗിരി ബോട്ട് ഹൗസിലേക്കാണ്. നേരത്തെ പോയത് കൊണ്ട് തന്നെ അവിടെ തിരക്കുണ്ടാവില്ല എന്ന് ചോദിച്ചറിഞ്ഞ ശേഷമാണ് ആദ്യം അങ്ങോട്ട് പോയത്. അവിടെ പ്രവേശന ഫീസ് 20 രൂപയാണ്. അതിനുശേഷം ബോട്ടിങ്ങിന് നമ്മൾ വേറെ ചാർജ് കൊടുക്കേണ്ടതാണ്. ബോട്ടിങ്ങിന് വേണ്ടി ചെറിയൊരു ക്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് പെഡൽ ബോട്ട് കിട്ടിയിരുന്നു. ഞങ്ങൾ 2 പേര് മാത്രമായിട്ടാണ് ഒരു പെഡൽ ബോട്ട് കിട്ടിയത്. അവിടെ ടിക്കറ്റ് ചാർജ് 100 രൂപയാണ് ഒരാൾക്ക്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ബോട്ട് ഹൗസിനോട് നേരെ ഓപ്പോസിറ്റുള്ള ഏലഗിരി നാച്ചുറൽ പാർക്കിലേക്കാണ്. നാച്ചുറൽ പാർക്ക് ചെറിയൊരു പാർക്കാണ്. അവിടുത്തെ ഈ ഫൗണ്ടനാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. അതിനുശേഷം ഞങ്ങൾ രാത്രി തങ്ങാനായിട്ട് വേറെ റൂമൊന്നും നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓൺലൈനിൽ കുറേ റൂംസ് നോക്കിയെങ്കിലും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് പോയിട്ട് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് 1-2 വില്ലാസ് കോട്ടേജെങ്കിലും നോക്കിയെങ്കിലും ഫോട്ടോസിൽ കാണുന്ന അത്ര പോലും ഭംഗിയുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അവസാനം ഞങ്ങൾ ഈ കോട്ടേജ് കണ്ടുപിടിച്ചത്. കാണുമ്പോൾ തന്നെ വളരെ ഭംഗിയുള്ളൊരു കോട്ടേജായിരുന്നു ഇത് ഏലഗിരി ടൗണിൻ്റെ അടുത്ത് തന്നെയുള്ള ദി അമെത്തിസ്റ്റ് എന്ന് പറഞ്ഞ കോട്ടേജാണ്. ഞങ്ങൾ ഓൺലൈനിൽ ഇത് കണ്ടിരുന്നു. ഫോട്ടോസ് കണ്ട് വിശ്വസിച്ച് ബുക്ക് ചെയ്തില്ല. നേരിട്ട് കണ്ട് തന്നെ എടുക്കാവുന്ന കരുതി ബുക്ക് ചെയ്യാതെ ജസ്റ്റ് അന്വേഷണം മാത്രം നടത്തിയായിരുന്നു. പക്ഷേ അത് കണ്ടപ്പോൾ തന്നെ വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു റൂമായിട്ടുള്ള ഒരു കോട്ടേജായിരുന്നു. അവിടെ 10-12 കോട്ടേജുകളുണ്ട്. എല്ലാം വളരെ മനോഹരമായിട്ട് അവർ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോർട്ട്യാർഡും നിറയെ പച്ചപ്പും എല്ലാം വളരെ ഭംഗിയായിരുന്നു. റൂമും അത്യാവശ്യം നല്ല വൃത്തിയുണ്ടായിരുന്നു. അവർ ഭംഗിയായിട്ട് റൂമൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഈ കോട്ടേജിൻ്റെ പേരും കോണ്ടാക്ട് നമ്പറും. റൂം എടുത്ത് ലഗേജെല്ലാം ഇറക്കി ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ ആദ്യം പോയത് സെൽഫി പാണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്.
അവിടെ മെയിനായിട്ടും സെൽഫി പോയിൻ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു പാർക്കാണ്. അവിടുത്തെ എൻട്രി ഫീസും ഡീറ്റെയിലും ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മൾ വൺസ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ അവിടെ ഇല്ലുമിനേഷൻ ഷോ മാതിരി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ടിക്കറ്റ് ഉപയോഗിച്ച് രാത്രി വീണ്ടും അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാവുന്നതാണ്. ഇതുകൂടാതെ ഇതേ എൻട്രി ടിക്കറ്റിന് നമുക്ക് 2 ആക്ടിവിറ്റീസ് കൂടെ ചെയ്യാവുന്നതാണ്. ഞങ്ങൾ സെലക്ട് ചെയ്തത് ആർച്ചറിയും പിന്നെ നെറ്റ് ബോൾ ക്രിക്കറ്റും ആയിരുന്നു. രാത്രി ഇവിടെ ചെന്നപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു ഈ സ്ഥലത്തിനെല്ലാം. എല്ലായിടത്തിലും പല കളറുള്ള ലൈറ്റെല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ട് സൂപ്പറായിട്ടുള്ളൊരു പ്ലേസായിരുന്നു ഈ സെൽഫി പാണ്ട എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ നിന്ന് 200 രൂപയ്ക്ക് എക്സ്ട്രാ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ചെറിയൊരു ഫാക്ടറി, മെഴുകുണ്ടാക്കുന്ന ഫാക്ടറി, അങ്ങനെ 1-2 ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള അവസരം നമുക്ക് തരുന്നതാണ് അവർ. ഞങ്ങളത് ചൂസ് ചെയ്തത് ചോക്ലേറ്റ് ഉണ്ടാക്കുവാനായിരുന്നു. ആ സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് അവിടുത്തെ ഫേമസ് പാർക്കായിട്ടുള്ള ഫിൻഡേറ പാർക്കിലേക്കാണ്. ടിക്കറ്റ് നിരക്ക് ഓരോ കോംബോ പാക്ക് അനുസരിച്ചാണ്. അവിടുന്ന് 2 കിലോമീറ്റർ നേരെ പോയാലാണ് നിലവൂർ വ്യൂ പോയിൻ്റ്. നിലവൂർ വ്യൂ പോയിൻ്റ് നിലവൂർ തടാകത്തിനോട് ചേർന്നിട്ടുള്ള ചെറിയൊരു ഹിൽ പ്ലേസാണ്. അത് 1400 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേനും മഴ ചെറുതായി ചാറി തുടങ്ങിയിരുന്നു. സൺസെറ്റ് കാണാൻ പറ്റില്ലെന്ന് ഉറപ്പായി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് കരുതി.
വ്യൂ പോയിന്റിൽ കണ്ട മഴവില്ല് ഞങ്ങളുടെ കോട്ടേജിന് മുന്നിലും ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ താമസിക്കുന്ന കോട്ടേജിന് പുറത്ത് അലങ്കരിച്ചിട്ടുള്ള ലൈറ്റ്സാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നേരത്തെ കണ്ട സെൽഫി പാണ്ടയുടെ നൈറ്റ് ലുക്ക്. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ പോയത് സ്കൈറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വഞ്ചറസ് പാർക്കിലേക്കാണ്. ഏലഗിരിയിൽ നിറയെ അഡ്വഞ്ചറസ് പാർക്കുണ്ട്. നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ കുറേ പേർ നമ്മളെ ക്യാൻവാസ് ചെയ്യുന്നതാണ്. അവർ നോട്ടീസെല്ലാം നൽകി, ആ നോട്ടീസ് കൊടുത്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നെല്ലാം പറഞ്ഞ് ക്യാൻവാസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു പോകാമെന്ന് നോക്കിയിട്ടാണ് ഈ സ്കൈറ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റർടൈൻ പാർക്ക് സെലക്ട് ചെയ്തത്. ഈ സ്ഥലങ്ങൾ കൂടാതെ ഏലഗിരിയിൽ ചെറിയൊരു വാട്ടർഫോൾസും അതുകൂടാതെ തങ്കക്കോട്ട എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു പാലസും ഉണ്ടായിരുന്നു. ഞങ്ങളതൊന്നും കാണാൻ നിന്നില്ല. 2 ദിവസത്തെ ട്രിപ്പെല്ലാം പ്ലാൻ ചെയ്യുന്നവർക്ക് അവിടെയും കൂടെ പോയിട്ട് ആസ്വദിക്കാവുന്നതാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ ട്രിപ്പ് അവസാനിക്കുകയാണ്. താങ്ക്